വെൽക്കം ടു ദ ക്ലാസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ലിവിങ് വിൽസ്. അപ്പൊ നമുക്ക് നോക്കാം ലിവിങ് വിൽസ് എന്താണ്, അത് എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണ്, അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ പ്രൊവിഷൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ലിവിങ് വിൽ എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ലിവിങ് വിൽ എന്നതിന് അല്ലെങ്കിൽ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്നും കൂടിയും പറയാറുണ്ട്. അതെന്താ വെച്ചാൽ ബേസിക്കലി അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം വിൽ എന്നാൽ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇനി ഈ വില്ലും ലിവിങ് വില്ലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ വില്ലുകളിൽ സാധാരണ എങ്ങനെയാ, ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ ലിവിങ് വില്ലുകൾ സംസാരിക്കുന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾക്ക് കൊടുക്കേണ്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അയാൾ വളരെ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇനി ഭാവിയിലെ ഒരു ഘട്ടത്തിൽ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം ഒരാൾക്ക്. അതായത് ഒരു ടെർമിനൽ ഇൽനെസ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വരിക. അതായത് ഒരാൾ സാധാരണ രീതിയിൽ ഇനി ജീവിക്കുകയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലും പലപ്പോഴും ഈ ലൈഫ് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായം കൊണ്ട് ഒരാളുടെ ജീവിതം കുറേ കൂടി കാലം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അയാൾക്ക് സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതായത് സാധാരണ നിലയിൽ വളരെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു രീതിയിൽ ആ ഒരു ക്വാളിറ്റിയോട് കൂടി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും എന്നാൽ ഈ രീതിയിൽ അത് തുടരണ്ട എന്ന് പറയാൻ സാധിക്കാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ ആവുകയും ചെയ്യുമ്പോൾ, അങ്ങനെ അഥവാ വരികയാണെങ്കിൽ ഇപ്പൊ വെന്റിലേഷൻ ആയാലും ഡയാലിസിസ് ആയാലും അതുപോലുള്ള ലൈഫ് സപ്പോർട്ട് ഇൻസ്ട്രുമെന്റ് കൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം അഥവാ ഭാവിയിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് വേണമെന്നോ വേണ്ട എന്നോ തീരുമാനിച്ചുകൊണ്ട് മുൻകൂട്ടി എഴുതി വെക്കുന്ന ഡോക്യുമെന്റുകളാണ് ലിവിങ് വില്ലുകൾ എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഞാൻ പൂർണ്ണ ബോധത്തോടുകൂടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് തീരുമാനിക്കുകയാണ്, അഥവാ വെന്റിലേറ്ററിൽ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഡയാലിസിസോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഡയാലിസിസിന്റെ സഹായത്തോടു കൂടി മാത്രമേ എൻ്റെ ശരീരം പ്രവർത്തിക്കുള്ളൂ എന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലൈഫ് സപ്പോർട്ട് എനിക്ക് വേണം എന്നോ അഥവാ എനിക്കത് ആവശ്യമില്ല എന്നോ ഞാൻ ഇന്ന് തീരുമാനിച്ച് എഴുതി വെക്കുന്നതാണ് ഈ ലിവിങ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം, അതിനൊരു ലീഗാലിറ്റി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ പറഞ്ഞു വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒന്നുകിൽ ഞാൻ കോമയിലാവുകയോ അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലാവുകയോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലോ ഒക്കെ ആവുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിന്റെ നെക്സ്റ്റ് ഓഫ് കിൻ ആയിട്ടുള്ള ആരാണോ ഉള്ളത് അവരത് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള സുപ്രീം കോടതി ഡിസിഷൻ 2018 പാസീവ് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദയാവധം. അപ്പോൾ അത് ആക്റ്റീവായിട്ടുള്ള ദയാവധം ഇന്ത്യയിൽ ഇപ്പോഴും അലൗ ചെയ്തിട്ടില്ല. അതായത് ഒരാൾ ഈ ടെർമിനലി ഇല്ലാണ്, അയാൾ വല്ലാത്ത സഫർ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഈ സഫറിങ് കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുത്തോ ഇഞ്ചക്ട് ചെയ്തോ ഒക്കെ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന നിയമങ്ങൾ ലോകത്തെ പല രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അതില്ല. ആക്റ്റീവ് യുത്തനേഷ്യ ഇന്ത്യയിൽ അലൗ ചെയ്തിട്ടില്ല. എന്നാൽ അതേസമയം ഈ ലൈഫ് സപ്പോർട്ടിനെ വിഡ്രോ ചെയ്യുക വഴി ഒരാളെ സ്വാഭാവികമായി മരിക്കാൻ അനുവദിക്കണം എന്നാണ് ഈ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഡിസിഷനിൽ സുപ്രീം കോടതി 2018 പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്ത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുകൂടി കോടതി പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് ഇത്തരത്തിൽ ദയാവധം, അതായത് ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് ദയാവധമാണ് വേണ്ടത്, എൻ്റെ ലൈഫ് സപ്പോർട്ട് നിങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെ ഞാൻ പറഞ്ഞു എന്നത് എനിക്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ വേണം. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, മറ്റുള്ളവർ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടൊരു പ്രൊസീജിയറും സുപ്രീം കോടതി അതിലെ ഗൈഡ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ 2018 ഗൈഡ് ലൈൻസിൽ നിന്ന് മാറ്റിക്കൊണ്ട് 2023 അതിനെ കുറെ കൂടി ഈസി ആക്കിയിട്ട് കുറെ കൂടി സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് ലിവിംഗ് വില്ല് എഴുതാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ പ്രൊസീജിയറിനെ കുറെ കൂടി ലളിതമാക്കിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ അവസ്ഥയിൽ ഒരു ലിവിംഗ് വിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് തീരുമാനിക്കേണ്ടത് അഡൾട്ട് ആയിരിക്കണം, മൈനർ ആവാൻ പാടില്ല, കോൺഷ്യസ് മൈൻഡ് ആയിരിക്കുന്ന ഒരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മാനസികവും ശാരീരികവുമായ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ അയാൾ എഴുതി വെക്കുന്ന ഒരു വില്ലിനെ അറ്റസ്റ്റ് ചെയ്യുന്നത് ഒരു നോട്ടറിയോ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറോ ഇങ്ങനെ ഇതിൽ ഒരാൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം ഈ ലിവിംഗ് വില്ല്. അത് 2018 സുപ്രീം കോടതി പറഞ്ഞത് അത് ഏതെങ്കിലും ഒരു മാജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യണം, മാജിസ്ട്രേറ്റ് കൂടി സൈൻ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസിനെയൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കുറെ കൂടി സിമ്പിൾ ആക്കി ഏതെങ്കിലും ഒരു അറ്റസ്റ്റ് നോട്ടറിയോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറോ നിങ്ങളുടെ ലിവിംഗ് വില്ല് നിങ്ങൾ എഴുതിയത് അറ്റസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനിയോ ഈ വില്ല് എവിടെ വെക്കും എന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ പ്രത്യേക അവസ്ഥയിൽ നമുക്ക് ഈ വില്ല് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ആദ്യം കോടതി പറഞ്ഞത് ഇതൊക്കെ അതാത് ഡിസ്ട്രിക്ട് കോടതികൾ എടുത്തു വെക്കട്ടെ എന്നാണ്. അപ്പൊ ഈ ഡിസ്ട്രിക്ട് കോടതികളിൽ നിന്ന് ഈ ലിവിംഗ് വില്ല് കണ്ടുപിടിക്കുക എന്നത് ഒരുപാട് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ കോടതി പറയുന്നത് ഇത്തരത്തിൽ എഴുതുന്ന ലിവിംഗ് വില്ലുകളൊക്കെ അപ്പോൾ തന്നെ നാഷണൽ ഹെൽത്ത് റെക്കോർഡ്സ് അവരുടെ ഡിജിറ്റൽ റെക്കോർഡ്സിന്റെ ഒരു ഭാഗമാവുകയും ഈ റെക്കോർഡിനെ ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിനും ആക്സസിബിൾ ആക്കി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിനും ഈ റെക്കോർഡ്സ് ആക്സസിബിൾ ആണ്. അതുകൊണ്ട് അത് ഈസി ആയി. അതായത് ഒരു പ്രത്യേക ഹോസ്പിറ്റലിൽ ഒരാള് അയാളുടെ ലിവിംഗ് വില്ല് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ആ ഹോസ്പിറ്റലിന് ഡയറക്റ്റ് ആയിട്ട് ഈ ഡിജിറ്റൽ റെക്കോർഡ്സിനെ ആക്സസ് ചെയ്യാം. അങ്ങനെ ആക്സസ് ചെയ്ത് ലിവിംഗ് വില്ല് ഉണ്ടെന്ന് തീരുമാനമായാൽ ഉടനെ ചെയ്യേണ്ട കാര്യം ഹോസ്പിറ്റൽ ഒരു പ്രൈമറി ബോർഡിനെ ഉണ്ടാക്കുകയാണ്. ഈ പ്രൈമറി ബോർഡ് ഡോക്ടർമാരുണ്ടാവണം, ചികിത്സിക്കുന്ന ഡോക്ടറും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേറെ ഡോക്ടർമാരും ഉണ്ടാവണം. ആ ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് ഇത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ടെർമിനൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നും ഈ ലിവിംഗ് വില്ല് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമായി എന്നും തീരുമാനിക്കണം. അങ്ങനെ ഒരു പ്രൈമറി ബോർഡ് തീരുമാനിക്കുകയും പ്രൈമറി ബോർഡിന്റെ ഡിസിഷൻ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ തന്നെ ഒരു സെക്കൻഡറി ബോർഡ് ഇതേപോലെ തന്നെ ഡോക്ടർമാരുടെ ഒരു സെക്കൻഡറി ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതായത് 2 ബോർഡുകൾ ഇത് തീരുമാനിക്കണം. അതായത് ഈ ലിവിംഗ് വില്ല് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആ ലിവിംഗ് വില്ലിൽ പറയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്, ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് പിൻവലിക്കാം, കാരണം അത് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കുറച്ചു കാലം കൂടി ലൈഫ് മുന്നോട്ട് പോകാന്നല്ലാതെ ആ ക്വാളിറ്റി തിരിച്ചു കിട്ടുകയില്ല എന്ന് കൺഫേം ചെയ്യാൻ ഒരു ഡബിൾ വെരിഫിക്കേഷൻ പ്രൈമറി ബോർഡ് പിന്നെ ഒരു സെക്കൻഡറി ബോർഡ്. പക്ഷെ ഈ 2 ബോർഡുകളും അങ്ങനെ ഇഷ്ടംപോലെ സമയത്ത് തീരുമാനിക്കാൻ പറ്റില്ല. ഒരിക്കൽ തീരുമാനം അവർക്ക് മുമ്പിൽ വന്നാൽ വിത്തിൻ 48 hours അവർക്കത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയറിലൂടെ 2018 മുതൽ പിന്നെ 2023 ഈ സിംപ്ലിഫിക്കേഷന് മൂലം ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യയിലെ ആളുകൾക്ക് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, ഇത് മുമ്പ് അംഗീകരിച്ച ഒരു റൈറ്റ് ആയിരുന്നില്ല. മുമ്പ് പറഞ്ഞിരുന്നത് ജീവിക്കാനുള്ള അവകാശം മരിക്കാനുള്ള അവകാശം അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ചില ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുക വഴി മാന്യമായി മരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ഇസ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21 എന്ന് കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ്.